ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ 2025 അഡ്മിഷൻ എടുത്തവർക്കും അതുപോലെ തന്നെ അതിനു മുമ്പൊക്കെ അഡ്മിഷൻ എടുത്തവർക്കും അവരുടെ ചില ആൾക്കാർക്കെങ്കിലും അവരുടെ എൻറോൾമെന്റ് നമ്പർ എത്രയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. ഈ ഒരു എൻറോൾമെന്റ് നമ്പർ, അതായത് നമ്മൾ അഡ്മിഷൻ കൺഫേം ആയാൽ നമുക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ ലഭിക്കും. ആ ഒരു എൻറോൾമെന്റ് നമ്പറാണ് നമ്മൾ എക്സാമിന് എഴുതുമ്പോഴായാലും എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു എൻറോൾമെന്റ് നമ്പർ അത്യാവശ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു എൻറോൾമെന്റ് നമ്പർ എങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് വേണ്ട ഇഗ്നോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മെയിനായിട്ട് 2 വിധത്തിലാണ് ഒരു അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് എൻറോൾമെന്റ് നമ്പർ ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകണം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുമ്പോൾ അവിടെ അഡ്മിഷൻ എന്ന് കാണാം. അതിൽ അപ്ലൈ ഫോർ ODL പ്രോഗ്രാംസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ വരുന്നത്. ഈ ഒരു അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ സൈക്കിളിൻ്റെ നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ എന്ന് കാണാം. ഈ ഒരു രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ എന്തായാലും ഓർമ്മിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ക്യാപ്ച കോഡ് ഉണ്ടായിരിക്കും. ആ ഒരു ക്യാപ്ച കോഡും കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നതിൽ നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമ്മറിയാണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയാൽ മാത്രമേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ. ഇവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എൻറോൾമെന്റ് നമ്പർ എത്രയാണ് അത് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ID കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ താഴെയായിട്ട് ഗ്രീൻ കളറിലുള്ള ഭാഗത്താണ് ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് എൻറോൾമെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത സമയത്ത് അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മളുടെ അഡ്മിഷൻ കൺഫേം ആയാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ വന്നിരിക്കും. ഇഗ്നോയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു കൺഫർമേഷൻ മെയിലാണ്. ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ്, എൻറോൾമെന്റ് നമ്പർ എത്രയാണ്, നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ കോഡ് എന്താണ്, സ്റ്റഡി സെന്റർ ഏതാണ്, അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അറിയാൻ വേണ്ടി സാധിക്കും. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിലേക്ക് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അതല്ല എങ്കിൽ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്